ഹലോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പൈത്തൺ പ്രോഗ്രാമിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആണ്. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ്, എന്താണ് പൈത്തൺ, നമുക്ക് എന്തൊക്കെ പൈത്തൺ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യിക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്താണ് പ്രോഗ്രാമിംഗ് നമുക്ക് നോക്കാം. എന്താണ് പ്രോഗ്രാമിംഗ്? പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യിക്കാൻ പറ്റും. അതിനുള്ള ഒരു ഭാഷ ഉണ്ട്. അതിനുള്ള ഭാഷയ്ക്ക് നമ്മൾ പറയാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയും. അപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് എഴുതാം. ഓക്കെ, അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നൽകാം. അത് എന്ത് ചെയ്യാൻ പറ്റും, കമ്പ്യൂട്ടർ ചെയ്യും. എക്സാമ്പിൾസ് വെച്ച് പറയാൻ ഏറ്റവും നല്ലത് സിമ്പിൾ. നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ ഒരു കാൽക്കുലേറ്റർ അല്ലേ. നിങ്ങളുടെ മൊബൈൽ ഫോണിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാൽക്കുലേറ്റർ ഉണ്ട് അല്ലേ. ഏറ്റവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാൽക്കുലേറ്റർ. അങ്ങനെയുള്ളൊരു കാൽക്കുലേറ്ററിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യിക്കണം, കുറച്ച് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം 2 നമ്പർ ഇവിടെ കൊടുക്കും അല്ലേ, 1, 2 നമ്പർ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, ഇപ്പോൾ 12 ആദ്യത്തെ നമ്പർ കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് കൊടുക്കും, 12 വീണ്ടും കൊടുക്കും. നമ്മൾ എന്താ പറയുക, 12 12ഉം ആഡ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെയാണ് ശരിക്കും ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കണം അല്ലേ, നിങ്ങൾക്കൊരു കാൽക്കുലേറ്റർ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ പിന്നെ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ. അപ്പോൾ അതിനുള്ള ടെക്നിക്കാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് അല്ലേ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇനി ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ വളരെ എളുപ്പമുള്ളതും വളരെ പോപ്പുലർ ആയിട്ടുള്ളതും ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്ന ഒരാൾ നമ്മുടെ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമുക്ക് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുക. ചെറിയ ചെറിയ കാര്യങ്ങൾ എങ്ങനെ കമ്പ്യൂട്ടറെ കൊണ്ട് ചെയ്യിക്കാം, എന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ എന്ത് ചെയ്യാം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുന്നത് നമുക്ക് നോക്കിയിട്ട് പോകാം. അപ്പം ആദ്യം നമുക്ക് വേണ്ടത് എങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, എവിടെയാണ് പോയിട്ട് എന്ത് ചെയ്യുക, പ്രോഗ്രാം എഴുതുക അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നൽകുക എന്നുള്ളതാണ് അല്ലേ. അപ്പം അതിന് വേണ്ട സെപ്പറേറ്റ് വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, ഓരോ ടൈപ്പിലുള്ള ഇൻസ്റ്റാളേഷൻ. ഇനി ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. ഓൺലൈൻ കമ്പൈലർ വെച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, നേരെ പ്രോഗ്രാമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം എഴുതാൻ പോവാണ്, അതായത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ നൽകാൻ പോവാണ് ആർക്ക്, കമ്പ്യൂട്ടറിന്. ഓക്കെ, പൈത്തൺ ഭാഷ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലാണ് പൈത്തൺ എന്നുള്ള ഭാഷ ഉള്ളത്. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങളും പറയാം. നിങ്ങൾക്ക് ഇതിന് ഒരു അടിസ്ഥാനം അറിയണമെന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനും അത്യാവശ്യം അതിൻ്റെ ചില ഭാഷയുടെ പിന്നെ മീനിങ്ങുകളൊക്കെ അറിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇത് എഴുതിയിട്ട് ചെയ്തു പോകാൻ പറ്റും. ആർക്കും ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിന് ഭയങ്കര വലിയ ബുദ്ധിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ ഭയങ്കര ലോജിക്കൊന്നും ആവശ്യമില്ല. അത്യാവശ്യം ലോജിക്കുള്ള ആൾക്ക് ഇത് ബേസിക് പ്രോഗ്രാം എഴുതാൻ പറ്റും. നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു കമ്പ്യൂട്ടറിൻ്റെ വിചാരിക്കാം. ഓക്കെ, ഈ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നമുക്ക് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞ കാൽക്കുലേറ്റർ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേറ്റ് നമുക്കൊരു ഹലോ എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ ഹായ് എന്ന് പറയണം. ആര് പറയണം, കമ്പ്യൂട്ടർ പറയണം അല്ലേ. പക്ഷെ കമ്പ്യൂട്ടർ പറയില്ല. കമ്പ്യൂട്ടറിൻ്റെ അകത്ത് ഇവിടെ ഒരു സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതി കാണിച്ചാൽ മതി, ഹായ് എന്ന് എഴുതി കാണിച്ചാൽ മതി. ഓക്കെ, അതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആ ജോലി എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ അറിയാം. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, പ്രിന്റ് എന്നിട്ട് എന്ത് പറയും, ഹായ് എന്ന് പറയും, ഹായ്. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള ഒരു കമാൻഡായി. ഓക്കെ, അപ്പോൾ ഒരു കമാൻഡ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു കമാൻഡ് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഹായ് എന്ന് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ പേര് എഴുതണം. അപ്പോൾ പ്രിന്റ് എഴുതി, പ്രിന്റ്. ഓക്കെ, പ്രിന്റിൻ്റെ അകത്ത് ഹലോ എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, കമ്പ്യൂട്ടറിൽ ഹലോ എന്ന് പ്രിന്റ് ചെയ്യും. അപ്പോൾ എന്താ അവിടെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, നമ്മൾ കമ്പ്യൂട്ടറിൽ ചില നിർദ്ദേശങ്ങൾ നൽകുകയാണല്ലേ. ആ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ട് നല്ലൊരു കുട്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ പറഞ്ഞ ജോലികൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, വലിയൊരു കണക്കൂട്ടലായിരിക്കും, ചിലപ്പോൾ ചെറിയ കണക്കൂട്ടലായിരിക്കും. അപ്പോൾ നമുക്ക് പറയാം 25 × 45 ഈ കണക്ക് കൂട്ടി തരുമ്പോൾ ആരോട് ചോദിക്കണം, കമ്പ്യൂട്ടറിനോട് ചോദിക്കാനില്ല. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് എന്താ ഉള്ളത്, കുറേ മെഷീനും സംഗതി ഉള്ളത്, അയാൾക്ക് അറിയില്ല ഇതെങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ കമ്പ്യൂട്ടേഷൻ സാധനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾറെഡി എന്തുണ്ട്, നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള പ്രോസസ്സറുകൾ കേട്ടിട്ടുണ്ടാവില്ലേ. പല പ്രോസസ്സർ കേട്ടിട്ടുണ്ടാവില്ലേ. ഏതൊക്കെയുണ്ട്, i3, i5, i7, സ്നാപ്ഡ്രാഗൺ, ഡുവൽ കോർ, അങ്ങനെ പല കമ്പനികളുടെയും പല പ്രോസസ്സറുകളുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സറിൻ്റെ ഒക്കെ ജോലി എന്താ, ഈ പറയുന്ന പിന്നെ കണക്കുകളൊക്കെ കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, ചിലപ്പോൾ കൂട്ടലായിരിക്കും, കുറക്കലായിരിക്കും, ഹരിക്കലായിരിക്കും, കുഴിക്കലായിരിക്കും, അല്ല പല കണക്കുണ്ടാവും. ആ കണക്കുകളൊക്കെ ആര് ചെയ്യണം, ഈ പ്രോസസ്സർ ചെയ്യും. ഈ പ്രോസസ്സറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ, കഴിയില്ല. അയാൾക്ക് എന്ത് വേണം, ഇതിൻ്റെ അകത്തേക്കുള്ള വാല്യൂ ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ 25 45 ആണ്
മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണമല്ലേ. അപ്പോൾ അതിനാണ് നമുക്ക് ആര് വരിക, നമ്മുടെ കീബോർഡ് മച്ചാൻ വരിക. കീബോർഡ്. അപ്പോൾ ഈ കീബോർഡിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്തിട്ട് ഈ നമ്പറുകളൊക്കെയാണ് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇനി ഈ കീബോർഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുമോ, പറ്റില്ല. അപ്പോൾ കാണണമെങ്കിൽ ആര് വേണം, മോണിറ്റർ വേണമല്ലോ. അപ്പോൾ മോണിറ്റർ എന്ത് ചെയ്യും, ഔട്ട്പുട്ടുകളൊക്കെ മോണിറ്ററിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് മൗസ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ നിയന്ത്രിക്കാൻ കീബോർഡും മൗസും നമുക്ക് സാധാരണ ഇത് രൂപത്തിൽ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും, പ്രോസസ്സറിൻ്റെ അകത്ത് പോയിട്ട് ജോലികളൊക്കെ ചെയ്യും, എന്നിട്ട് തിരിച്ച് നമുക്ക് ഔട്ട്പുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഏകദേശം ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇത് പ്രോഗ്രാം ചെയ്ത് കാണിക്കാം, റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഏറ്റവും അടിസ്ഥാനം ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം, അടുത്ത വീഡിയോയിൽ പ്രോഗ്രാമിലേക്ക് ചാടണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്യാനും അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാനുള്ളത് ഇൻസ്റ്റാളേഷൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ അങ്ങനെ തന്നെ കണ്ടിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്റ്റാളേഷനും സെറ്റപ്പും എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ആദ്യം പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടും ചെയ്യാം, ഇൻസ്റ്റലേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ഒരു കമ്പൈലറിൽ കയറാം. ഇപ്പോൾ ഇവിടെ ഞാൻ 1 കമ്പൈലർ എന്നുള്ള ഒരു കമ്പൈലർ കയറ്റിട്ടുണ്ട്. നേരെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ കയറാം, 1 കമ്പൈലർ സെർച്ച് ചെയ്യുക, ഫസ്റ്റ് ഇവിടെ വരുന്ന ലിങ്കിൽ കയറാം. അങ്ങനെ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇടതുവശത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളൊരു എഴുത്ത് ഇവിടെ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എന്താണ് ഈ ഹലോ വേൾഡ്, വലതുവശത്ത് നിങ്ങൾ ഔട്ട്പുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇടതുവശത്ത് നമ്മൾ പ്രോഗ്രാം എഴുതും, വലതുവശത്ത് ഔട്ട്പുട്ട് വരും. നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റലേഷനും അത് കഴിഞ്ഞിട്ട് റൺ ചെയ്യേണ്ട വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഹലോ വേൾഡ് ഇവിടെ വർക്കിംഗ് ആണ്, റെഡി. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇന്റേണലി, നമ്മളിവിടെ ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മളിവിടെ ഹായ് എന്ന് കമാൻഡ് കൊടുക്കുകയാണ്. ഹായ് എന്നുള്ളത് ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റിൻ്റെ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം അല്ലേ. പ്രിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പ്രിന്റ് എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ടല്ലോ. എന്താണ് പ്രിന്റ് എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ പ്രിന്റ് ചെയ്യാം അല്ലേ. നമ്മൾ പ്രിന്ററിൽ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഇങ്ങനെ സംഗതി വരില്ല. അപ്പോൾ അതുപോലെ പ്രിന്റ് ചെയ്യണം. എവിടെ പ്രിന്റ് ചെയ്യണം, കമ്പ്യൂട്ടറിൻ്റെ അകത്ത് തന്നെ പ്രിന്റ് ചെയ്യണം. എവിടെ കാണണം, നമ്മുടെ മോണിറ്ററിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കാണും. അപ്പോൾ അങ്ങനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് കൊടുക്കുക, ഹലോ. ഇനി ഈ കമാൻഡ് കൊടുത്തു, കമാൻഡ് എന്ത് ചെയ്യണം, കമ്പ്യൂട്ടർ റൺ ചെയ്യണം അല്ലേ. റൺ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ജോലി ചെയ്യണം. ഓക്കെ, ആ ജോലി ആര് ചെയ്യണം, നമ്മുടെ കമ്പ്യൂട്ടർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൺ കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഔട്ട്പുട്ട് ഹലോ എന്ന് വന്നു. ഈ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ രസകരമായ കൺസെപ്റ്റാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോണിലൊക്കെ നമ്മൾ വാട്സപ്പ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യും അല്ലേ. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുക, ആ വാട്സപ്പ് റൺ ചെയ്യാന്ന് പറയും. വാട്സപ്പ് ഓടും അല്ലെ. വാട്സപ്പ് ഓടല്ല, വാട്സപ്പ് അതിനുള്ളിൽ വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ മെഷീനെ നമ്മൾ സ്റ്റാർട്ട് ആക്കണ പോലെ അല്ലെ, മെഷീനെ സ്വിച്ച് ഓൺ എന്നുള്ള സ്വിച്ച് ഇട്ട് എന്ത് ചെയ്യും, മെഷീനെ സ്റ്റാർട്ട് ആവും അല്ലെ. അപ്പോൾ അലക്കാനുള്ള നമ്മുടെ വാഷിംഗ് മെഷീൻ ആണെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്ത് എന്ത് ചെയ്യും, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അതല്ലെങ്കിൽ വാട്ടെവർ എന്ത് സംഗതിയാണെങ്കിലും നമ്മൾ ഓൺ ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ, വർക്കാവുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തും ഈ ഓൺ ചെയ്യണ പരിപാടിയാണ് ആര്, നമ്മുടെ റൺ ചെയ്യാന്ന് എന്ത് ചെയ്യുക സാധാരണ പറയാം. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ റൺ ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റൺ ചെയ്യാന്നല്ലേ. അപ്പോൾ വ്യത്യസ്ത മെഷീനിൽ വ്യത്യസ്ത രൂപത്തിലാണ് പറയാം റണ്ണിങ് സംഭവിക്കുക. ഓക്കെ, ചില ഇതിൽ റൺ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കമാൻഡ് കൊടുക്കുകയാണ് വരെ, പലതും പല സംഗതിയിലാണ് വരെ. എനിവേ അതാണ് ബേസിക്. ഇനി നമുക്ക് വെറുതെ ഇങ്ങനെ ഓടിയിട്ട് കാര്യമില്ല, കുറച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണമല്ലേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ പറയാണ്, 2 നമ്പർ കൂട്ടാനുള്ള എക്സാമ്പിൾ. 2 നമ്പർ കൂട്ടാനുള്ള എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2 നമ്പർ കൂട്ടാൻ 2 നമ്പർ വേണം അല്ലേ. ആ 2 നമ്പർ വേണമെങ്കിൽ 2 നമ്പർ വേണമെങ്കിൽ 2 സ്ഥലത്ത് എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. എന്നിട്ട് അതിന് കൂട്ടാൻ ആരോട് പറയണം, നമ്മുടെ കമ്പ്യൂട്ടറിനോട് പറയണം. അങ്ങനെ എടുത്തു വെക്കാൻ കുറച്ച് സംഗതികൾ, സ്ഥലങ്ങൾ വേണം. ആ സ്ഥലങ്ങളൊക്കെ നമ്മൾ പറയുന്ന പേരാണ് വേരിയബിൾസ്. എന്താണ് പറയുക, വേരിയബിൾസ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് നോക്കാം, നമ്മുടെ വേരിയബിൾസ് എന്ന് പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, 2 നമ്പേഴ്സ് എനിക്ക് എടുത്തു വെക്കണം. അപ്പം ഇങ്ങനെ വിചാരിക്കാം, എനിക്ക് 5ഉം 6ഉം എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം, ആഡ് ചെയ്യണം. 5ഉം 6ഉം ആഡ് ചെയ്തിട്ട് എനിക്ക് എന്ത് വേണം, 5ഉം 6ഉം കൂട്ടി 11 എന്ന് വേണമല്ലേ. നമ്മൾ ഒരു ചെറിയ കാൽക്കുലേറ്റർ ഉണ്ടാക്കാൻ പോകണം, ഫസ്റ്റ് കാൽക്കുലേറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പം ഈ 5ഉം 6ഉം കൂട്ടിയിട്ട് 11 വരണം അല്ലേ. അപ്പം എന്ത് ചെയ്യണം, നമുക്ക് മിനിമം എത്ര സ്ഥലം വേണം, അവിടെ 3 സ്ഥലം വേണം. ഓക്കെ, 3 സ്ഥലം എന്ന് പറഞ്ഞാൽ 3 ഒരു ബോക്സ് എന്ന് വിചാരിക്കാം. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ അകത്തൊരു ബോക്സ്. അപ്പോൾ ആദ്യത്തെ ഒരു ബോക്സ് നമുക്ക് ഇവിടെ വേണം. ഓക്കെ, ആദ്യത്തെ ബോക്സിൽ നമ്മൾ ആരെടുത്ത് വെക്കും, നമ്മളെ 5ന് എടുത്ത് വെക്കും. രണ്ടാമത്തെ ബോക്സിൽ നമ്മൾ ആരെടുത്ത് വെക്കും, 6ന് എടുത്ത് വെക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ ബോക്സും നമുക്ക് വേണം. മൂന്നാമത്തെ ബോക്സിൽ എന്ത് ചെയ്യണം, ഈ ഇവിടെയുള്ള 5ഉം ഇവിടെയുള്ള 6ഉം എടുത്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ആപ്പിളൊക്കെ എടുത്തിട്ട് ജ്യൂസ് എടുക്കണ പോലെ രണ്ടും അതിലുള്ള ബോക്സിലുള്ള സാധനം എടുത്തിട്ട് നമുക്ക് വേണ്ട ആ കാൽക്കുലേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അടുത്തൊരു ബോക്സിലേക്ക് ഇടണം. മൂന്നാമത്തെ ഒരു ബോക്സാണ്. ഓക്കെ, ഇനി ഈ ബോക്സുകളൊക്കെ എവിടെ ഉണ്ടാവുക, 5ഉം 6ഉം കൂട്ടിയിട്ട് 11 ഇവിടെ വരാം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ബോക്സുകളൊക്കെ എവിടെ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറീൻ്റെ അകത്താണ് ഉണ്ടാവും.
അല്ലെ മെമ്മറി. നമ്മൾ റാം എന്ന് പറയല്ലോ, റാൻഡം ആക്സസ് മെമ്മറി. നമ്മൾ 2 GB റാം ഉണ്ട്, 4 GB ആയി നമ്മൾ പിന്നീട് മാറ്റി, പിന്നെ 8 GB, 16 GB ഉണ്ടല്ലോ. അപ്പൊ റാം കൂടുന്നിടത്തോളം പൊതുവെ സ്പീഡ് കൂടും. അപ്പൊ റാം എന്ന് പറയുന്നത് എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. നമ്മൾ കമ്പ്യൂട്ടറിന്റെ അകത്ത് വലിയ ബ്ലോക്കുകളായിട്ട് നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിന്റെ അകത്തും അതുപോലെ മൊബൈലിന്റെ അകത്തൊക്കെ ഉണ്ടാവും അല്ലെ. ഇതിൽ എന്താ ഉണ്ടാവുക? കുറെ മെമ്മറി യൂണിറ്റ് ഉണ്ട്. ഇതിൽ കുറെ ബ്ലോക്ക് ആയിട്ട് ഇങ്ങനെ ഉണ്ടാവും, കുറെ കള്ളി ഉണ്ടാവും. ഇതിലൊക്കെ അഡ്രസ്സ് ഉണ്ടാവും. ഇതിന് ആദ്യത്തെ അഡ്രസ്സ് 1, രണ്ടാമത്തെ കളിയുടെ അഡ്രസ്സ് 2, 3, 4 ഇങ്ങനെ 1000 കണക്കിന് ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിനോട് പറയാം, എനിക്ക് ബ്ലോക്കുകൾ വേണം, ആവശ്യമുണ്ട്, എന്തിനാണ്, എനിക്ക് കുറച്ച് കണക്ക് കൂട്ടാണ്ട്, എനിക്ക് കുറച്ച് ആ കാര്യം ചെയ്യാണ്ട്, ഈ കാര്യം ചെയ്യണം. അപ്പൊ അങ്ങനെ ചോദിക്കാം. അപ്പൊ ചോദിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ ഇരിക്കുന്നത് നമ്മളിനി പറയാൻ പോണത്. അപ്പൊ ഇനി ഈ ബ്ലോക്കുകൾക്കൊക്കെ ഒരു അഡ്രസ്സ് കൊടുക്കുക. അപ്പൊ നമ്മൾ വീട്, ഇപ്പൊ ഒരു വീടാണെന്നുണ്ടെങ്കിൽ വീടിന് അഡ്രസ്സ് വേണമല്ലേ, ഇന്ന റോഡിൽ ഇത്രാമത്തെ സ്ട്രീറ്റ്, ഇന്ന വീട്ടുപേര് എന്നൊക്കെ പറയും. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പേരുകൾ കൊടുക്കാം. അപ്പൊ പേരുകൾ കൊടുക്കണം, നമ്മൾ വേരിയബിൾസിന്റെ നെയിം എന്ന് കൊടുക്കാം. വേരിയബിൾസിന് നെയിം കൊടുക്കാന്ന് പറയാം. ഓക്കെ, വേരിയബിൾ നെയിം. ഇപ്പൊ എക്സ് എന്ന് കൊടുക്കുക, വൈ എന്ന് കൊടുക്കുക, സെഡ് എന്ന് കൊടുക്കുക, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേരിയബിൾ നെയിം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പിന്നെ ആൽഫബറ്റ് വെച്ചിട്ടായിരിക്കും തുടങ്ങുക. ABCD ഇങ്ങനെയുള്ള വെച്ചിട്ടൊക്കെ തുടങ്ങുക. അല്ലെങ്കിൽ അതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഓക്കെ, ഇനി എത്ര മനസ്സിലാക്കിയാൽ മതി. നമുക്ക് സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ വേരിയബിൾസിനെ ഉണ്ടാക്കണം. അപ്പോൾ പേര് ഓർത്ത് വെക്കുക, വേരിയബിൾസ്. ഒരുപാട് പേരുകൾ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ച് പേരുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ ഇവിടെയുള്ള ലിസ്റ്റിലേക്ക് കാണാൻ പറ്റും, വേരിയബിൾസ് കാണാൻ പറ്റും. വേരിയബിൾസ്. അപ്പോൾ വേരിയബിൾ വേണമെന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് കുറച്ച് സ്ഥലം ആവശ്യമുണ്ട്, എന്തോ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. വേരിയബിൾസ് നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. വേരിയബിൾസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നമുക്ക് കുറച്ച് സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യാൻ മതി? എക്സ് എന്ന് എഴുതിയാൽ തന്നെ എന്ത് മനസ്സിലായി? കമ്പ്യൂട്ടറിന് മനസ്സിലായി, പൈത്തണ് മനസ്സിലായി. എന്ത്? നമുക്ക് കുറച്ച് സ്ഥലം ഇവിടെ ആവശ്യമുണ്ട്, ആ സ്ഥലത്തിന്റെ പേരാണ് എക്സ്. അടുത്ത ആരാണ്? വൈ. പിന്നെ ആരാണ്? സെഡ്. അത്രേ ഉള്ളൂ, എക്സ് വൈ സെഡ്. ഇനി നമ്മൾ ഇങ്ങനെയോട് കൊടുക്കുകയാണ്. എങ്ങനെ? എക്സ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പൊ എന്തായി? ആ എക്സ് എന്നുള്ള ഒരു സ്ഥലം എടുക്കുകയും ചെയ്തു, ആ സ്ഥലത്ത് എന്ത് ചെയ്തു? ഒരു നമ്പർ കൊണ്ടുപോയിട്ട് ഇട്ടുകയും ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈ സ്ഥലത്ത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഇതൊരു സ്ഥലമാണ്, ഇതൊരു വീട് പോലെ സ്ഥലമാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്പർ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യാം? ചില പേരുകൾ എടുത്തു വെക്കാം, ചില അഡ്രസ്സുകൾ എടുത്തു വെക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റിയ കുറച്ച് സംഗതികളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡാറ്റ ടൈപ്പുകൾ എന്നൊക്കെ പറയും. പേര് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഡാറ്റ ടൈപ്പുകൾ, വ്യത്യസ്തമായ സാധനങ്ങൾ നമുക്ക് എടുത്തു വെക്കാം. ചിലപ്പോൾ നമ്പറുകളായിരിക്കും, ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഡിക്ഷണറി ഉള്ള പോലെ കുറച്ച് സംഗതികളായിരിക്കും, പലതും വരാം. ഇനി തൽക്കാലം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾസ് എടുക്കുക എന്ന് പറഞ്ഞാൽ, വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാറ് എന്തേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. റെഡി. അപ്പോൾ നമ്മൾ വീണ്ടും പ്രോഗ്രാമിലേക്ക് പോവാണ്. നമുക്ക് എന്ത് വേണം? ഇവിടെ 2 നമ്പർ ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, പിന്നെ ആഡ് ചെയ്യാൻ ഹലോ ഒക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഹലോ നമുക്ക് തൽക്കാലം വേണ്ട. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ എക്സ് ഈക്വൽ ടു 5 എന്ന് കൊടുത്തു. അപ്പോൾ അതോടെ എന്തായി? എക്സ് എന്നുള്ള ഒരു സ്ഥലം ഉണ്ടായി വെച്ചു. എപ്പോഴും ഇനി ഇത് കാണുമ്പോൾ ഓർത്ത് വെക്കുക, അതിന് മറന്നു പോകാൻ പാടില്ല, നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വീട് എടുത്തു അല്ലെ, മെമ്മറിന്റെ അകത്ത് വലിയ റാമിന്റെ അകത്ത് നമ്മളൊരു വീട് എടുത്തു. ആ വീടിന് നമ്മൾ അഡ്രസ്സ് എന്ന് കൊടുക്കണം, എക്സ് കൊടുത്തു. റെഡി. അതിലെന്ത് ചെയ്തു? 5 എന്നുള്ള ആളെ കൊണ്ടുപോയിട്ടിട്ടു. ഇനി വൈ എടുത്തു, വൈ ഈക്വൽ ടു 6 എന്ന് കൊടുത്തു. അപ്പോൾ വൈ എന്നുള്ളൊരു വീടുണ്ട്, ബ്ലോക്ക് ഉണ്ട്, അവിടെ എന്ത് ചെയ്തു? 6 എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി നമ്മൾ കമ്പ്യൂട്ടറിനോട് പറയുന്നത് സെഡ് എന്നുള്ളൊരു വേർഡ് ക്രിയേറ്റ് ചെയ്തു, സെഡ്. ഇനി അതിലേക്ക് എന്താ നമ്മൾ ചെയ്യണത്? സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എന്താ സംഭവിച്ചു? എക്സിലും വൈയിലും ഉള്ള ആളെടുത്തിട്ട് എന്ത് ചെയ്യണം? കൂട്ടി യോജിപ്പിച്ചിട്ട് എവിടെ ഇടണം? സെഡിൽ ഇടണം. റെഡിയാണല്ലോ. അപ്പം എപ്പോഴും ഇത് മനസ്സിലാക്കി വെക്കുക. എക്സും വൈയും സെഡൊക്കെ കൊടുക്കുമ്പോൾ ഒക്കെ അവിടെ നമുക്ക് കുറച്ച് സ്ഥലം നമുക്ക് മെമ്മറിൻ്റെ അകത്ത് കിട്ടും. അവിടെ നമുക്ക് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം നമുക്ക് ഇവിടെ വേണ്ട 3 ആളുകൾ ആവശ്യമുണ്ട്, 3 സ്ഥലം ആവശ്യമുണ്ട്. ഇതിൽ ഒരു നമ്പർ എടുത്ത് വെക്കുക, അടുത്ത നമ്പർ എടുത്ത് വെക്കുക, രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ച് അടുത്തതിലേക്ക് എടുത്ത് വെക്കുക. റെഡിയാണല്ലോ. അപ്പോൾ ഇത്രയും കാര്യം ചെയ്തു. ഇനി ഇത് റൺ ചെയ്താൽ എന്താ കിട്ടുക? റൺ ചെയ്തു, നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ആദ്യത്തെ സ്ഥലത്തെയും രണ്ടാമത്തെ സ്ഥലത്തെയും കൂടി മൂന്നാമത്തെ സ്ഥലത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് നോക്കാം. ഔട്ട്പുട്ടിൽ എന്താ? പ്രത്യേകിച്ച് ഔട്ട്പുട്ട് നമുക്ക് വന്നിട്ടില്ല അല്ലേ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ റിസൾട്ട് അവിടെ വന്ന് കാണിക്കണം അല്ലേ. 5ഉം 6ഉം കൂട്ടിയ റിസൾട്ട് നമുക്ക് അവിടെ വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെഡിന്റെ അകത്തുള്ള മൂന്നാമത്തെ വീട്ടിലകത്തുള്ള വാല്യൂ പുറത്ത് കാണിക്കണം. അതിന് നമ്മൾ വീണ്ടും നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമ്മുടെ പ്രിന്റ് ഉപയോഗിക്കാം. നേരത്തെ ഹലോ പ്രിന്റ് ചെയ്ത പോലെ പ്രിന്റ് ഉപയോഗിക്കാം. പ്രിന്റ് സെഡ് നോക്കാം. അപ്പൊ എന്ത് ചെയ്യും? സെഡിന്റെ അകത്തുള്ള സംഗതി പ്രിന്റ് ചെയ്യും. ഓക്കെ, നോക്കാം. അപ്പൊ സെഡിന്റെ അകത്ത് 5ഉം 6ഉം കൂട്ടി യോജിപ്പിച്ചാൽ എന്തുണ്ട്? 11 ഉണ്ട്. ആ 11 എവിടെ ഉണ്ട്? നമുക്ക് പുറത്ത് വന്നു. അത്രയേ ഉള്ളൂ. പ്രിന്റ് ഓഫ് സംതിങ് കൊടുത്താൽ നമുക്ക് അതിന്റെ സിന്റാക്സ് പ്രിന്റ് ചെയ്ത് എന്നിട്ട് 2 ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, 2 റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അകത്ത് എന്താ കൊടുക്കണം? അതിന്റെ അകത്തുള്ള സംഗതി എന്ത് ചെയ്യും? ആണ് പുറത്തേക്ക് വേണം. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ മോണിറ്ററിൽ എന്ത് ചെയ്യും? പ്രിന്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഇത്ര എന്തുള്ളൂ?
ഏറ്റവും അടിസ്ഥാനമായിട്ടെന്നുള്ള ഒരു കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന ഇൻപുട്ടും എന്താ പറയുക പ്രോസസ്സിങ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇവിടെ ഇൻപുട്ട് നമ്മൾ ചെയ്തെന്താ നേരെ 2 നമ്പറുകൾ എന്ത് ചെയ്യും, ആ 2 സ്ഥലത്തേക്ക് പിടിച്ചിട്ടിട്ടു. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്തിനാണ്, ആ ടെക്നിക്കൽ ടേം ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് പോകട്ടോ. പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യും, 2 സംഗതിയെ പിടിച്ച് 2 കണക്കുകളൊക്കെ ചെയ്യും. നമ്മൾ ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷനെ കാരണം, ചിലപ്പോൾ ഡിവിഷനെ കാരണം, അങ്ങനെ എന്ത് കണക്കും ചെയ്യിക്കാം. ആ കണക്കുകളൊക്കെ എന്ത് ചെയ്യാം, ലാസ്റ്റ് നമുക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കാം. ഇപ്പം ഞാൻ ഇവിടെ പറയേണ്ടത് ഇതിന് മാറ്റം പോകട്ടോ. ഇതിന് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, 50 60 എന്ന് പറയാം. അപ്പം 50 60 ഞാനിവിടെ റൺ ചെയ്തു. 50 60 ആഡ് ചെയ്ത് എന്ത് കിട്ടും, 110 കിട്ടും. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ ലൈന് കഴിഞ്ഞ് രണ്ടാമത്തെ ലൈൻ, അങ്ങനെ ഓരോന്നിന് ശേഷം ഓരോന്നായിട്ടാണ് ഇങ്ങനെ പ്രിന്റ് ചെയ്യുക. നമ്മൾ ഒരു പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് വരിക. നമ്മൾ എന്ത് ആദ്യം കൊടുത്തു അത് ആദ്യം, അപ്പോൾ ആദ്യം എക്സിലേക്ക് ഇട്ടു, വൈയിലേക്ക് ഇട്ടു, രണ്ടും ആഡ് ചെയ്തു, താഴെ വന്നു. റെഡി ആണല്ലോ. ഇത് വീണ്ടും പറയണത് നിങ്ങൾക്ക് ശരിക്കത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കത് മൾട്ടിപ്ലൈ ചെയ്യണം വിചാരിക്കുക, എക്സ് ഇൻറ്റു വൈ. അപ്പോൾ സെഡിൽ എന്ത് വേണം, എക്സ് ഇൻറ്റു വൈ 3000 ഇവിടെ വന്നു അല്ലേ. ഇനി എനിക്ക് ചിലപ്പോൾ വേണ്ട എന്താ, എക്സ് ഡിവൈഡ് ബൈ വൈ ആയിക്കാരം, അല്ലെങ്കിൽ എക്സ് മൈനസ് വൈ ഒക്കെ ആയിക്കാരം, എക്സ് മൈനസ് വൈ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഇക്വേഷൻസ് അവിടെ കൊടുക്കാം. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, എക്സ് ബൈ വൈ, ഇങ്ങനെ ബൈ ഇട്ട് എന്താ ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഓപ്പറേഷൻസ്, അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഒക്കെ നമ്മൾ ഇതിന് തിയറിറ്റിക്കലി പറയാം. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, 500/60 എന്നുള്ള 8.33 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും അടിസ്ഥാനപരമായ ഓപ്പറേഷൻസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക. ഇതിൻ്റെ ചെറിയ അസൈൻമെൻറ്റ് ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ തൊട്ട് ശേഷം തരും. അത് കറക്റ്റായിട്ട് അസൈൻമെൻറ്റ് ഇതിൻ്റെ കൂടെ അങ്ങനെ ചെയ്തിട്ട് പോകണം. അപ്പോഴേ നമുക്ക് അടുത്ത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്കുള്ള ഫസ്റ്റ് അസൈൻമെൻറ്റ് ഇതാണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ആഡ് 2 നമ്പേഴ്സ് ഇൻ പൈത്തൺ. പൈത്തണിൽ 2 നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം നിങ്ങൾ ചെയ്യുക. ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ അസൈൻമെൻ്റ് ആണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദി റിസൾട്ട് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, 3 നമ്പർ നൽകിയിട്ടുണ്ടാവും, എക്സിൽ വാല്യൂ ഉണ്ടാവും, വൈയിൽ വാല്യൂ ഉണ്ടാവും, സെഡിൽ വാല്യൂ. ഇത് 3 നമുക്ക് ഡയറക്റ്റ് കൊടുക്കാം. ഇനി എന്ത് ചെയ്യണം, റിസൾട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ റിസൾട്ടിന് എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്ത് കാണിക്കുക. ഇനി മൂന്നാമത്തെ അസൈൻമെന്റ് നിങ്ങൾക്കുള്ളതാണ്, റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് സ്ക്വയർ ഓഫ് എ നമ്പർ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടാവും, എക്സിന്റെ വാല്യൂ എത്ര ആയിരിക്കും, ഒരു 5 10 ഒക്കെ ആയിരിക്കും അല്ലേ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇൻറ്റു എക്സ് എന്നുള്ളതാണ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ സ്ക്വയർ കാണാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താണ്, ഇവിടെ സ്റ്റാർ എന്നുള്ള ഒരു സിമ്പിൾ കീബോർഡിൽ കാണാം. അപ്പം z ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യും, 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഈ 3 അസൈൻമെന്റ്സ് നിങ്ങൾ ചെയ്യുക, സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.